രാജ്യത്ത് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ എന്നറിയില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നപ്പോൾ തന്നെ മമതയുടെ കിളി പോയിരിക്കുകയാണ്. ബി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ സമനില തെറ്റിയ അവസ്ഥയിലാണ് മമത ഇപ്പോൾ. തെരഞ്ഞെടുപ്പ് നടന്നത് ശരിയായ രീതിയിലല്ല എന്നും തെരഞ്ഞെടുപ്പ് നടന്നത് ഒരു തിരിമറി അതിൽ സംഭവിച്ചിട്ടുണ്ടെന്നും അട്ടിമറിയാണ് നടന്നത് എന്നൊക്കെയാണ് മമത ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസിലെല്ലാം ഇപ്പോൾ ബി ജെ പിയുടെ പെയിന്റുകളൊക്കെ അടിക്കാൻ തുടങ്ങി. ആ കാവ്യ നിറങ്ങളെല്ലാം തന്നെ ജനങ്ങൾ തന്നെ ഇപ്പോൾ പെയിന്റ് അടിച്ചു തുടങ്ങി. അതായത് മമതയെ മൊത്തത്തിൽ ബി ജെ പി അധികാരം വിൽക്കുന്നതിന് മുമ്പേ തന്നെ തൃണമൂൽ കോൺഗ്രസിനെ പശ്ചിമ ബംഗാളിന്റെ പുറത്തേക്ക് എറിയാനുള്ള ഒരു നീക്കം ജനങ്ങൾ ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് എടുത്തിരിക്കുകയാണ്. കൂടാതെ മുഖ്യമന്ത്രി കസേര ഞാനിപ്പോൾ വിട്ടുതരില്ല എന്നും ഞാനാണ് പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി എന്നാണ് മമത ഇപ്പോൾ പറയുന്നത്. നിലവിൽ ബംഗാളിലെ ജനങ്ങൾ കൈവയ്ക്കുന്നതിന് മുമ്പ് മമത ഇറങ്ങിയാൽ മമതയുടെ ആരോഗ്യത്തിന് നല്ലത്. ബി ജെ പി വിജയിച്ചതോടെ പോലീസും ഇപ്പോൾ വലിയ രീതിയിൽ ആഹ്ലാദ പ്രവണത്തിലാണ്. അവർ റോഡുകളിലടക്കം അവർ ഇപ്പോൾ ജനങ്ങളോടൊപ്പം നൃത്തം ചെയ്യുകയാണ്. കാരണം മമതയുടെ ഇത്രയും നാളത്തെ ഒരു ദുർഭരണത്തിന് ഒരു അന്ത്യം കുറിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലും ആ ഒരു നെടുവീർപ്പൊക്കെ ഇട്ട് സമാധാനത്തോടെ പോലീസുകാർ ഇപ്പോൾ നിൽക്കുകയാണ്. നിലവിൽ സർക്കാരിന്റെ കാലാവധി മെയ് 6 അവസാനിക്കുമ്പോൾ മമത പറയുന്നത് പോലെ രാജിവെക്കാതെ തുടരാൻ സാധിക്കില്ല. നിലവിൽ മമത ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയാണ്. പുതിയ സർക്കാർ മെയ് 9 അധികാരമേൽക്കുന്നതിന് മുമ്പ് മമത ഗവർണർക്ക് രാജിക്കത്ത് നൽകണം. അപ്പോൾ ഗവർണർ പറയും കാവൽ മുഖ്യമന്ത്രിയായി പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത് വരെ തുടരുക. അങ്ങനെയാണ് ചട്ടം. എന്നാൽ അതിനൊന്നും മമത ഇപ്പോൾ തയ്യാറല്ല. 207 സീറ്റുകൾ നേടി ഭരണം പിടിച്ച ബി ജെ പിയുടെ സാധ്യതകളെ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് മുഖ്യമന്ത്രി പദവി ഒഴിയാൻ വിസമ്മതിച്ചാൽ സ്വീകരിക്കേണ്ട കൃത്യമായ നടപടികളെക്കുറിച്ച് ഭരണഘടനയിൽ പ്രത്യേക വ്യവസ്ഥകളൊന്നും തന്നെ ഇല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ SY ഖുറേഷി പറയുന്നത്. ഇത്തരത്തിലുള്ള അപൂർവ സാഹചര്യങ്ങളിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഭരണഘടനാപരമായ തകർച്ച സംസ്ഥാനത്ത് നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് രാഷ്ട്രപതിക്ക് ഒരു കത്ത് നൽകാം. അങ്ങനെ പശ്ചിമ ബംഗാളിൽ ഒരു രാഷ്ട്രപതി ഭരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് രാഷ്ട്രപതിക്ക് ഒരു കത്ത് നൽകാനുള്ള ഒരു ഓപ്ഷനും ഭരണഘടനയിലുണ്ട്. അങ്ങനെ ഒരു ശുപാർശ ചെയ്യാനുള്ള ഒരു നിയമവും ഭരണഘടനയിൽ ഗവർണറുടെ ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്നുണ്ട്. മമത രാജിവെച്ചില്ലെങ്കിൽ BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെ ഒരു ദിവസത്തേക്ക് ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം. ശനിയാഴ്ച BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതോടെ അത് പിരിച്ചുവിടണം. എന്നാൽ സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിക്ക് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അവകാശമുണ്ട്. ഒരേ സമയം 2 മുഖ്യമന്ത്രിമാർ എന്നത് പ്രയോഗമല്ല. 1-2 ദിവസത്തേക്കാണെങ്കിൽ പോലും ഇത്തരമൊരു സാഹചര്യത്തിൽ രാഷ്ട്രപതി ഭരണത്തിനാണ് സാധ്യതയെന്നും ഖുറേഷി പറയുന്നുണ്ട്. സഭയിൽ ഭൂരിപക്ഷം നിലനിർത്തുന്നിടത്തോളം കാലം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിയൂ എന്ന് ഭരണഘടന പറയുന്നുണ്ട്. 80 സീറ്റുകൾ മാത്രം നേടിയ തൃണമൂൽ കോൺഗ്രസിന് ഇത് സാധ്യമല്ല. സാങ്കേതികമായി മമത രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറലുമായ PDT ആചാരി പറയുന്നത്. 5 വർഷത്തേക്ക് ശേഷം ഒരു സർക്കാരിന് തുടരാൻ സാധിക്കില്ല. മമതയ്ക്ക് ശേഷം 6 വരെ മാത്രമേ മുഖ്യമന്ത്രിയായി തുടരാൻ സാധിക്കുള്ളൂ. അതിനുശേഷം മമത മുഖ്യമന്ത്രി അല്ലാതായി മാറുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് രാജിക്കത്ത് ഗവർണർക്ക് നൽകിയാലും ഇല്ലെങ്കിലും ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഏത് പാർട്ടിയാണോ ആ പാർട്ടിയായിരിക്കും ഇനി ആ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതോടുകൂടി മമതയ്ക്ക് ഔദ്യോഗികമായി തന്നെ വസതിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരും. ഇല്ലെങ്കിൽ പുതിയ സർക്കാരിന് മമതയെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഗവർണർക്ക് മമതയെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് അങ്ങനെ കർശനമായ കനത്ത നടപടികളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും.